ഹലോ എവ്രി വൺ. അങ്ങനെ ഇന്ന് എൻ്റെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞു കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ സിയനെ പിക്ക് ചെയ്തിട്ട് വീട്ടിലെത്തി. അപ്പം ഇനിയൊരു വീക്കെൻഡാണ്, പക്ഷേ എനിക്ക് മൺഡേ ഇനി അടുത്ത എക്സാം ഉള്ളതുകൊണ്ട് നമുക്ക് വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഉള്ള ഒരു സ്പേസ് ഇല്ല. പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ സിയൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ അടുത്തുള്ളൊരു പാർക്കിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോംവർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്താലേ കൊണ്ടുപോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളിരുന്ന് ഹോംവർക്ക് ചെയ്യുന്ന കേട്ടോ കാണുന്നത്. അതിൻ്റെ കൂടെ എനിക്കും കുറച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇനിയുള്ള 2 ദിവസം എങ്ങനെയാണ് മണ്ടേലത്തെ എക്സാമിന് പഠിക്കേണ്ടതെന്നുള്ള പ്ലാനും കാര്യങ്ങളും. ഈ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റത്തില്ല, കുറേയൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു, അടുത്ത 2 ദിവസത്തെ എൻ്റെ ഷെഡ്യൂളൊക്കെ. എന്നിട്ട് സിയനെ റെഡിയാക്കി, പുള്ളിക്കാരി തന്നെയാണ് റെഡി ആവുന്നത് ഓൾമോസ്റ്റ്. അങ്ങനെ റെഡിയാക്കി ഞങ്ങൾ പാർക്കിലോട്ട് പോവാം കേട്ടോ. പാർക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും, പൈപ്പിൻമൂടുള്ളൊരു പബ്ലിക് പാർക്കാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കാൻ വരും. അപ്പോൾ സിയയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാൻ ബുക്കൊക്കെ ആയിട്ടാണ് പോയത്, കാരണം എനിക്ക് കിട്ടുന്ന ഒരു സ്പേസിൽ കുറച്ച് സമയം പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ബുക്കൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ബുക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ പഠിക്കുന്നതെന്നും എന്താ ഇനി എൻ്റെ എക്സാം എന്നുള്ളതൊക്കെ. സുമേജ് വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ പാർക്കിലോട്ടാട്ടോ വന്നത്. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാർക്കിലുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആൾ നേരെ ഓഫീസിൽ നിന്ന് പാർക്കിലോട്ട് വന്നു. കുറച്ച് നേരം ജിയുടെ കൂടെയൊക്കെ കളിച്ചു. ഞങ്ങളും കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞൊക്കെ നോക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള മക്കാച്ചിയുടെ പായസക്കടയിൽ പോയി. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും മക്കാച്ചിയുടെ പായസക്കട. അവർക്ക് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പൈപ്പിൻമൂടുള്ള ഔട്ട്ലെറ്റിലാണ് നമ്മൾ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ. സുമേജ് ഒരു സേമിയ പായസവും ഞാനൊരു കടലപ്പായസമാണ് വാങ്ങിച്ചത്. സിയയ്ക്ക് പായസം ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഡിന്നർ ഇന്ന് ഇറച്ചിച്ചോറായിരുന്നു പ്രിപ്പയർ ചെയ്തത്. റെസിപ്പി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാമേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.